എന്താ മോളെ കാന്താരി സുഖമല്ലേ? പണ്ടുള്ള കാരണന്മാര് പറയും തെങ്ങോളം മണ്ണം വെച്ചിട്ട് കാര്യമില്ല, ഈർക്കിളിയോളം കാതല് വേണം. കാതലനായിരുന്നു ഇവിടുത്തെ. പുള്ളിയെ ഗ്യാസ് ഊറ്റിയായിട്ട് പോയപ്പോ ഈ പട്ടി അടിയുന്ന സെറ്റിയുടെ അടിയുന്ന കാലെ കടിച്ച് പുള്ളിയെ കുറ്റി പട്ടിയുടെ പുറത്ത് വെച്ച് രണ്ടാമതും കേട്ടു കഴിഞ്ഞ് എല്ലാം കൂടെ വെടിയും പുകയും പോലെ ഒരു ഗ്യാസ് ഊറ്റിയിൽ തീർന്ന പട്ടിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഏതാ മറ്റേ കമ്പിക്കൂട്ടിനുള്ളിൽ കിടന്നത് കുഞ്ഞമ്പട്ടി എന്ന് പറഞ്ഞാണ് വെരി ബ്രില്യന്റ് എന്നൊക്കെ പറഞ്ഞത്. ഓയന്മാരുമായിട്ടാണ് താരതമ്യം ചെയ്തത്. വെരി ബ്രില്യന്റ്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് മാത്രം വെളുപ്പിച്ച് തരുമെന്നായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, കുറച്ച് പോഷക ഗുണങ്ങളും കൂടെ ഈ പേസ്റ്റിനകത്തൊക്കെ ഉണ്ടെന്ന് ഇവര് പറയും. ഇത് കേട്ടതും എന്റെ അമ്മ എന്റെ ചേച്ചിയുടെ കൊച്ചിന് പിറ്റേന്ന് പാലിക്കളിക്കങ്ങ് കൊടുത്തു. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. Once upon a time, once upon a time, once upon a time, once upon a time. ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ചിരിവഴികളിലെ രസക്കാഴ്ചകളുമായി ഇതാ വീണ്ടും Once upon a time കലിപ്പനും കാന്താരിയും. Let's welcome our chief judge, the comedian, actor, director രമേശ് പിഷാരടി. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജ്, the beautiful and gorgeous അദിതി രവി. കേരളത്തിൽ ഹാസ്യകലാ മേഖലയിലെ അറിയപ്പെടുന്ന ഓഡിയൻസ് കോർഡിനേറ്റർ ആയ മിസ്റ്റർ ബാദുഷാ. ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താ? ഈ കഴിഞ്ഞ പ്രാവശ്യം ആവരുതിട്ട് നമ്മുടെ പിള്ളേരെ പ്രാവശ്യം നേരത്തെ വിട്ടേക്കണം. തീർച്ചയായിട്ടും കഴിഞ്ഞ നേരത്തെ പ്രാവശ്യം വിടും. നേതാവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടില്ല മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വർക്ക് വിടുകയാണ്. ഓക്കെ. നമ്മൾ ആ വർക്ക് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആളാണ്, മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളേരെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടീം സ്പിരിറ്റ് ഉള്ള ആൾക്കാരാണ്. ഇവരുടെ പ്രോത്സാഹനത്തിനാണ് നമ്മുടെ മത്സരം വരെ നടക്കുന്നത്. അപ്പൊ നമ്മൾ അധികം വൈകിക്കുന്നില്ല. ചൂടുള്ള മത്സരങ്ങൾ കാണാനായിട്ട് നമ്മുടെ മത്സരാർത്ഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദ റിയൽ കലിപ്പൻ ആൻഡ് കാന്താരി. വന്ദന, വെൽക്കം. ഇതാരായി വന്നേക്കുന്നേ? എന്നെ അറിയില്ലേ? എന്താ എടോ, അങ്ങനെയല്ലടോ ചോദിച്ചേ. നിങ്ങളെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ ചോദിച്ചതാണ്. ഇതാ എന്നെ അറിയുന്നത് മുകേഷ് ഗംഭീരമായിരിക്കുന്നു കേട്ടോ. കുറെ നാളായി മുകേഷിനെ കണ്ടിട്ട്. ഞങ്ങളുടെ ഒരു സീസൺ മുമ്പുള്ള തീപ്പൊരി ആർട്ടിസ്റ്റാണ് കേട്ടോ. ബാഷുക്ക വലിയ ആളാ പുള്ളി. ആ ഇൻഫാക്ട് Once upon a time കലിപ്പനും കാന്താരിയും നമ്മുടെ ഈ ഒരു ടാഗ് ലൈനും കാര്യങ്ങളും ഉണ്ടല്ലോ, ഇവിടെ പുള്ളിയുടെ ഫേസ് വെക്കാന്ന് വരെ നമ്മളൊരു മാസ്റ്റർ. ഞാൻ പറയാൻ വരുന്നു കറക്റ്റ് കലിപ്പൻ കറക്റ്റ്. അതെ അതെ. കലിപ്പൻ എന്നൊക്കെ പറഞ്ഞ വലിയ കലിപ്പനായിരുന്നു. ആ ഇപ്പൊ വളരെ നല്ല മാന്യനും സൽഗുണ സമ്പന്നമായിട്ട് വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. വന്ദന നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തുണ്ട് സുഖം. വന്ദന എന്തോ പഠിക്കല്ലേ? അതെ അതെ, പഠിക്കുക സിവിൽ എഞ്ചിനീയർ. അതെ പഠിക്കുന്നിടത്ത് വന്നതാണ് അല്ലേ? വാശിയേറെ മത്സരം നടക്കും തോന്നുന്നു. ഓയന്മാരനെ കണ്ടല്ലോ. പേടിയുണ്ടോ? nervous ആണോ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ല ഇത് ഗുസ്തി മത്സരമല്ല. ഇവിടെ ഒരു ഗുസ്തി മത്സരമല്ല നടക്കാൻ പോകുന്നത്. വിറ്റാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണ്. എന്താ മോളെ കാന്താരി സുഖമല്ലേ? സുഖമാണ്. കാന്താരി ഇതൊന്നും കണ്ട് പേടിക്കണ്ട. കാരണം ഈ പണ്ടുള്ള കാരണന്മാര് പറയും തെങ്ങോളം മണ്ണം വെച്ചിട്ട് കാര്യമില്ല, ഈർക്കിളിയോളം കാതല് വേണോ. കാന്താരിക്കും കലിപ്പനുമുള്ള PSC ടെസ്റ്റ് ഞാൻ തരാൻ പോവുകയാണ്. മുകേഷ് ഓയമാർ PSC എഴുതിയിട്ടുണ്ടോ? ഇല്ല. എഴുതിയിട്ടില്ല അല്ലേ? എന്നാൽ എഴുതാൻ ഒരു അവസരം കിട്ടുവാണ്. ദാറ്റ് ഈസ് പാരഡി സോങ് ചാലഞ്ച് ആണ് അവർക്ക് നൽകുന്നത്. പാരഡി സോങ് ചാലഞ്ച് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം കേസ്മ മാമനെ ക്ഷണിക്കാം. കേസ്മ മാമൻ ഓൺ സ്റ്റേജ്. നമസ്കാരം മുഷാരി. നമസ്കാരമുണ്ട്. എന്ത് പറ്റിയതാ? എന്തായിട്ട് വരുന്ന വഴിക്ക് പട്ടിനെ വല്ലതും മേടിച്ചിട്ടുണ്ടോ ഇവിടെ ഫ്ലോറിൽ? ഞാൻ മേടിച്ചിട്ടില്ല. അതിനി കറങ്ങി തിരിഞ്ഞ് വന്നാണോന്നുള്ള സൈഡിൽ ഒരു പട്ടി ഇരുന്ന് കടിച്ചാനി ഇപ്പൊ കാലം വീട്ട്. അയ്യോ പൊന്നു ഭാഷ, അത് ഞാൻ കൊണ്ടുവന്ന് കെട്ടിയേക്കണതാ അവിടെ. ആണാ? അടുത്ത പരിപാടിക്ക് കൊണ്ടുപോകാനുള്ളതാണ് പട്ടി. ഇത് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. പ്രോഗ്രാമുണ്ട്. വന്ന വഴിയിലൊക്കെയാണ് കേട്ടണത് ചേട്ടാ. കടിച്ചാ കടിച്ചാന് മാന്തിയത്. കുഴപ്പമില്ല, പേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, വേറെ കുഴപ്പമില്ല. എന്റെ ഒരാളുടെ 30,000 രൂപയുടെ ഒരു വിലയുള്ള പട്ടി പുള്ളിക്കാരൻ തന്നെ എത്തുപോയി. പുള്ളിയുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഇതായിപ്പോയി. എന്താ പറ്റിയ? വീട്ടിലെ സെറ്റി ഉണ്ട്. സെറ്റിയുടെ അടിയിൽ ഈ പട്ടി കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പം ഫ്ലാറ്റിൽ ഗ്യാസ് ഊറ്റിയായിട്ട് ആള് വന്നു. അപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ചേച്ചി ആ കൊണ്ടുവന്ന ആളോട് പറഞ്ഞ് ഈ ഗ്യാസ് ഊറ്റി ഒന്ന് അടുക്കളായിട്ട് കൊണ്ടുവച്ച് തരാമെന്ന് ചോദിച്ചു. പുള്ളി ആ ഗ്യാസ് ഊറ്റിയായിട്ട് പോയപ്പോ ഈ പട്ടി അടിയുന്ന സെറ്റിയുടെ അടിയിൽ നിന്ന് കാലെ കടിച്ച് പുള്ളി ആ കുറ്റി പട്ടിയുടെ പുറത്ത് വെച്ച്
രണ്ടാമതും കേട്ട് കഴിഞ്ഞ് എല്ലാം കൂടെ വെടിയും പുകയും പോലെ ഒരു ഗ്യാസ് കുറ്റിയിൽ തീർന്ന പട്ടിയുടെ കഥനകഥ ഇവിടെ അവസാനിക്കുന്നു. ഗ്യാസ് കുറച്ച് ലീക്ക് ചെയ്ത പോലെ. ആ ഒരു ചെറിയ ഗ്യാസ് ലീക്ക് ചെയ്ത പോലെ കേട്ടില്ല. പട്ടിയുടെ കോർഡിനേഷൻ ഉണ്ടോ? പിന്നെ പട്ടി ഒട്ടകം വരെ കൊടുക്കും ഞാൻ. പിന്നെ ഒട്ടകം, ഉടുമ്പ്, മുതല ഒക്കെ ഉണ്ട്. ഓ, എനിക്ക് സിനിമയിൽ ഞാൻ പഞ്ചവർണ്ണത്തെ ചെയ്യുമ്പോൾ കുറെ ജീവികളെ വേണം. നിങ്ങളെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാത്തിനും നിങ്ങളുടെ നിന്ന് മേടിക്കായിരുന്നു. ഞാനിപ്പോ ഒരു സിനിമയ്ക്ക് മറ്റേ ഇതിനെ കൊടുത്തത് ഉറാങ്ങുട്ടാങ്. ഓറാങ്കുട്ടൻ. അതന്നെ. ആ കൊടുക്കുന്ന സാധനത്തിന്റെ പേരെങ്കിലും ഒന്നും പഠിക്കരുതോ? പേരിലല്ലല്ലോ കാര്യം, ജീവിയിലല്ലേ. ഓറാങ്കുട്ടൻ എന്നെ വാടക ഒരു ദിവസം? അങ്ങനെയൊന്നുമില്ല, കിട്ടണ വന്ന ആളും കിട്ടണ കാശുമാണ്. അങ്ങനെ വെച്ച് കൊടുക്കുകയുള്ളൂ അല്ലേ? എന്താ പറയാ, കോറാങ്കുട്ടനാ? ആ, ഞാൻ വേറെന്തോ മുട്ടുന്ന കേട്ട പെട്ടെന്ന്. ആ അല്ലല്ല, ഓറാങ്കുട്ടൻ എന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു മുട്ട ഉണ്ടെങ്കിൽ പുള്ളി പൊക്കോളുമല്ലോ. വന്ദന കുറച്ച് നേരത്തെ വരണി വന്ന വേറൊരു വന്ദനെ വെച്ചൊരു ഇതുണ്ടായിരുന്നു ഇവിടെ. വന്ദനത്തിലെ പാട്ടാണ് നേരത്തെ എപ്പിസോഡ് പാടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവർക്ക് പറ്റിയ വേറൊരു പാട്ട് കയ്യിലുണ്ടാവില്ലേ? വേറൊരു പാട്ടുണ്ട്, രാപ്പാടി പക്ഷിക്കൂട്ടം. അതാണ് ആ കൂട്ടത്തിൽ നിന്നാണ് നമ്മള് ഇവർക്കുള്ള സമ്മാനം കൊടുക്കാൻ പോണത്. അതിന്റെ പാരഡിയാണ് ഞാൻ പാടാൻ പോണത്. രീതികളൊക്കെ അറിയാലോ. കേശവമാമൻ ഒരു പാട്ട് പാടും, ആ പാട്ടിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം പറയുന്ന ആൾക്കാരായിരിക്കും ആദ്യം പെർഫോം ചെയ്യുന്നത്. ശരി. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. വഴിപോക്കൻ ജോൺ കുട്ടിക്ക് വഴിതെറ്റി പോകും നേരം അടുക്കലെത്തി കാലെ കടിച്ചു പട്ടി. പോപട്ടി എന്നെ വെറുതെ വിടുപട്ടി, കടുകട്ടിയിൽ ചിഹ്നം ഭിന്നം കടികിട്ടി ഹൊയ്യാഹോ. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. വഴിപോക്കൻ ജോൺ കുട്ടിക്ക് വഴിതെറ്റി പോകും നേരം അടുക്കലെത്തി കാലെ കടിച്ചു പട്ടി. കമ്പിക്കൂട്ടിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടോകതുണ്ട്, തിന്നാൻ മാത്രമറിയാം കൊരവല്ലപ്പോഴുമുള്ളൂ. തെരുവിൽ കൂടി നിൽക്കും തെരുനായ്ക്കൾക്കാരുമില്ല, ഡിപ്രഷന്റെ മറവിൽ ചില ഡോഗും ഡേഞ്ചറാകും. കുത്തുമെടി പൊക്കിളിന്റെ ചുറ്റുവട്ടത്തെല്ലാം ഇനിയൊത്തിരി നാൾ പേ പിടിച്ചത് പോലെ വീട്ടിലിരിക്കാം. കുത്തുമെടി പൊക്കിളിന്റെ ചുറ്റുവട്ടത്തെല്ലാം ഇനിയൊത്തിരി നാൾ പേ പിടിച്ചത് പോലെ വീട്ടിലിരിക്കാം. പോപട്ടി എന്നെ വെറുതെ വിടുപട്ടി, കടുകട്ടിയിൽ ചിഹ്നം ഭിന്നം കടികിട്ടി ഹൊയ്യാഹോ. രാത്രിയിലീ പട്ടിക്കൂട്ടം കടികൂടാനെത്തും നേരം കുരച്ചിടുന്നേ, ചാടിക്കടിച്ചിടുന്നേ. വഴിപോക്കൻ ജോൺ കുട്ടിക്ക് വഴിതെറ്റി പോകും നേരം അടുക്കലെത്തി കാലെ കടിച്ചു പട്ടി. പോപട്ടി. ആ പട്ടിയായിരുന്നോ ഈ പട്ടി? പട്ടിയാണ് ഈ പട്ടി. എന്തായാലും ഡോഗ് സോങ് നന്നായി അല്ലേ? അടിപൊളി. 3 നല്ല അടിപൊളി ചോദ്യങ്ങളും എന്റെ കയ്യിൽ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? അതെ, റെഡിയാണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളും ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ ചോദ്യം, വഴി തെറ്റിപ്പോയ ജോൺ കുട്ടിക്ക് എവിടെയാണ് പട്ടിയുടെ കടി കിട്ടിയത്? ഏത് ഭാഗത്തായിട്ട് വരും? ശരീരത്തിന്റെ ഏത് ഭാഗത്തായിട്ട് വരും ജോൺ കുട്ടിക്ക് ആ കടി കിട്ടിയത്? മാമന്റെ പാട്ടിൽ ലയിച്ചിട്ട് മറന്നുപോയല്ലോ. മാമന്റെ പാട്ടിൽ എന്താ ലയിച്ചു പോയി. മാമന്റെ പാട്ടിൽ ലയിച്ചു പോയത് കാരണം മെമ്മറി കട്ടായി പോയി. കാലിലാണോ? കാലിലാണോ? വെരി ഗുഡ്. ഓക്കെ, ശരി ഉത്തരം. 1 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ചില ഡോഗ്സ് ഡേഞ്ചർ ആകുന്നത് എപ്പോഴാണ്? മനസ്സിലായില്ലേ? ചില പട്ടികൾ ഡേഞ്ചർ ആകുന്നത് എപ്പോഴാണ്? എന്ത് സംഭവിക്കുമ്പോഴാണ്? എപ്പോഴായിരിക്കും? ശ്രമിക്കൂ. അല്ല അല്ല അല്ല, പാട്ടിലെ വരി പറയണം. പാട്ടില് കൃത്യമായിട്ട് ആ വരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോക്കോട്ടെ. പറഞ്ഞു കേൾക്കട്ടെ. ഡിപ്രഷൻ വരുമ്പോ. നല്ലൊരു കൈയടി. ഡിപ്രഷന്റെ മറവിലാണ് ഡോഗ്സ് ഡേഞ്ചർ ആകുന്നത്. മൂന്നാമത്തെ ചോദ്യം, കമ്പിക്കൂട്ടിനകത്തുള്ളത് ആരാണ്? ആരായിരിക്കും? അതെങ്കിലും ഒന്ന് പറ. പട്ടി. ഏത് പട്ടി?
പേരറിയില്ല. വന്ദന പറ. കുഞ്ഞപ്പട്ടി. കുഞ്ഞൻപട്ടി. കറക്റ്റ് ഉത്തരം ഇവിടെ അറിയാം. വെരി ഗുഡ് വന്ദന. അടിപൊളി. അല്ല അത് കുഴപ്പമില്ല. ആർക്ക്? എനക്ക് പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടത് അതോടുകൂടി ഞങ്ങൾക്കൊക്കെ ഭയങ്കര കുഴപ്പമായി പോയെന്ന്. ഒരു കുഴപ്പവും ഞങ്ങൾക്കും ഇല്ല. അപ്പൊ വെരി ബ്രില്യന്റ് വന്ദന. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ഏതാ മറ്റേ കമ്പിക്കൂട്ടിനുള്ളിൽ കിടന്നത് കുഞ്ഞമ്പട്ടി എന്ന് പറഞ്ഞാണ് വെരി ബ്രില്യന്റ് എന്നൊക്കെ പറഞ്ഞത്. അയ്യോ അപ്പൊ ആ കൊച്ചു വേറെ വല്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷയൊക്കെ പാസ്സായി എന്ത് പറഞ്ഞിട്ട് അതുപോലെ പറഞ്ഞില്ലല്ലോ. ഓയന്മാരുമായിട്ടാണ് താരതമ്യം ചെയ്തത്. വെരി ബ്രില്യന്റ്. വന്ദന is performing first. വന്ദന all the best. കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, ഞാൻ വന്ദന. ഞാൻ ഇന്നിവിടെ കുറച്ച് പരസ്യങ്ങളെ പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർവെയർ മുതൽ KSRTC ബസ് വരേക്കും ഇപ്പൊ നമുക്ക് പരസ്യം കാണാം. അതായത് അണ്ടർവെയറിൽ ഇലാസ്റ്റിക്കിലാണ് പരസ്യമെങ്കിൽ ബസ്സിൽ ബോഡിയിലാണ് പരസ്യം. ഈ അണ്ടർവെയർ അതായത് പാന്റ് ലോ വേസ്റ്റ് ഇടുമ്പോഴും ബസ് ലോ സ്പീഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് ഈ പരസ്യം അടിപൊളിയായിട്ട് കാണാനും പറ്റും. പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ 2 തരമുണ്ട്. ചിലത് ചിന്തിപ്പിക്കും, ചിലത് ചിരിപ്പിക്കും. അങ്ങനെ ചിരിക്കാൻ കൂടെ കോൺഫിഡൻസോടുകൂടി ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ പല്ലുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ പേസ്റ്റ് വെച്ച് തേച്ചാൽ നല്ല അടിപൊളി പല്ല് തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടത്തില്ലെന്നാണ് ഈ പരസ്യക്കാർ പറയുന്നത്. അപ്പൊ പണ്ടെന്ന് പറയുന്നത് നമ്മുടെ കറ പിടിച്ച പല്ലുകളെ അടിപൊളിയാക്കി തരൂന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയണം കേട്ട് എൻ്റെ ഒരു മാമൻ കല്യാണത്തിന് മുമ്പേ മുറുക്കാന്റെ കറ കളയാൻ വേണ്ടിയിട്ടേ പല്ല് തേച്ച് ദിവസേന 3 നേരം വെച്ച് പല്ല് തേച്ച് അവസാനം ഫസ്റ്റ് നൈറ്റ് കയറിയപ്പ മോണയായിട്ടാണ് കയറിയത്. പിന്നീട് പറഞ്ഞാൽ എൻ്റെ അമ്മ, അതായത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് മാത്രം വെളുപ്പിച്ച് തരൂന്നായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, കുറച്ച് പോഷക ഗുണങ്ങളും കൂടെ ഈ പേസ്റ്റിനകത്തൊക്കെ ഉണ്ടെന്ന് ഇവര് പറയും. ഇത് കേട്ടതും എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് പിറ്റേന്ന് പാലിക്കളിക്ക് അങ്ങ് കൊടുത്ത്. അതിന്റെ പിറ്റേന്ന് കൊച്ചിന്റെ വയറ്റിന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് പോയി. ഇത് കണ്ടപ്പോ അമ്മേ ഹാപ്പി, ചേച്ചി ഹാപ്പി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേസ്റ്റിന് ഇത്ര പോഷക ഗുണങ്ങൾ. അത് മാത്രമല്ല, ഇപ്പൊ പേസ്റ്റ് നമ്മൾ തേച്ചിട്ട് ചുമ്മാ ഹായ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തുനിന്ന് കുറെ പേര് മടക്കുകയൊക്കെ ചെയ്യും. അത് പരസ്യത്തില്. നമ്മൾ അതേ ടൈമിൽ നമ്മൾ പുറത്ത് ചെന്നിട്ട് ചുമ്മാ ഹായ് വെക്കുമ്പോ ഒരു ഈച്ച പോയിട്ട് ചേച്ചിമാർ പോലും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ഇപ്പൊ ഉപ്പിനേക്കാളും എൻ്റെ വീട്ടില് കൂടുതൽ ഉപയോഗിക്കുന്നത് സോപ്പാണ്. ആഴ്ചയിൽ മിനിമം 2 എണ്ണമെങ്കിലും ഞങ്ങളുടെ വീട്ടില് വേണ്ടി വരും. അപ്പൊ ഈ ഓരോ ആഴ്ചയിലെ ഓരോ സോപ്പും ഞങ്ങൾക്ക് അച്ഛനെ റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മയാണ്, അമ്മക്കത് റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മായിയാണ്. ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോ സോപ്പിൽ ഇവര് വെളിച്ചെണ്ണ തൊട്ട് അങ്ങ് വിളക്കെണ്ണ വരെ ഉണ്ടെന്ന് ഇവര് പറയും. ഈ വെളിച്ചെണ്ണയുടെ അളവ് ദിനംപ്രതി കൂടിയാണ് വരുന്നത്. ഇങ്ങനെ പോയാ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ദീപാവലിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് സോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരാളാണ് എൻ്റെ അമ്മാവൻ. എൻ്റെ അമ്മാവൻ കേരളത്തിലെ മിക്ക സോപ്പിനോടും ഭയങ്കര പുച്ഛാണ്. അപ്പൊ ആന്റി എന്ത് ചെയ്ത്, ആന്റി ഗൾഫിൽ നിന്ന് 2-3 സോപ്പൊക്കെ കൊണ്ട് കൊടുത്തു. ഇത് കേട്ടതും ഈ സോപ്പ് കുളിക്കാനുള്ള ഒരു ആക്രാന്തത്തില് പിറ്റേന്ന് പുള്ളിക്കാരൻ തോട്ടുമാട്ടെ ചെന്ന് ഒരു തോർത്തു കൊടുത്ത് തല തൊട്ട് കാല് വരേക്കും അങ്ങ് പതപ്പിച്ച് നിന്നപ്പോ അക്കരെ ഇത് അറിയാണ്ട് വന്ന പാക്കരൻ ചേട്ടൻ ഇത് കണ്ടിട്ട് നാട്ടിൽ വെള്ളാനി പോക്കാൻ ഇറങ്ങിയേന്ന് പറഞ്ഞു ഒറ്റ വിളിയും പുള്ളി ബോധം കെട്ടി വീഴും. ഇത് കഴിഞ്ഞിട്ട് ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോൾ സോപ്പ് നമുക്ക് അറിയാം, സോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ വിചാരിക്കണ നമ്മുടെ സ്മെല്ല് കളയാ അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ ഉപയോഗിക്കണം. പക്ഷെ സോപ്പിന് വേറെ ഒരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടപ്പോഴാണ്. ആ പരസ്യത്തിനകത്ത് സോപ്പ് തേച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ആ കൊച്ചിന് ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത്. ഇത് കണ്ടതും ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് കാര്യത്തിലാണ് നമ്മൾ പഠിക്കാൻ പോണത്, ചുമ്മാ കുളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെങ്കിൽ അങ്ങനെ അങ്ങ് കുളിച്ചാൽ പോരായിരുന്നോ. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കൊണ്ട റിയാക്ഷൻ അല്ലായിരുന്നു എൻ്റെ അമ്മക്ക്. അമ്മ ഇത് കേട്ടതും അച്ഛനോട് നൈസായിട്ട് മോള് ഇപ്പൊ തോക്കാറൊക്കെ ആയി നിൽക്കുകയാണ്, എന്നാൽ നമുക്ക് ഈ സോപ്പ് അങ്ങോട്ട് വാങ്ങിട്ട് വന്നാലോ എന്ന്. ഇത് കേട്ടതും അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഏകദേശം ഒരു സമയത്തായിരുന്നു. ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഏറ്റവും പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പെയിന്റിന്റെ പരസ്യമാണ് കാണുന്നത്. ഈ പെയിന്റിന്റെ പരസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പെയിന്റ് കൊള്ളില്ലേലും അതിന്റെ പാട്ടടിപൊളിയായിരിക്കും. ഈ പാട്ട് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും കുറുക്ക് വരെയും കഴിക്കാറുണ്ട്. അപ്പൊ ഇവര് ഈ പെയിന്റിന്റെ പരസ്യത്തിൽ ഇവര് പറയുന്നതിനാട്ട് വെയിലത്തുനിന്ന് പ്രൊട്ടക്ഷൻ, മഴയത്തുനിന്ന് പ്രൊട്ടക്ഷൻ, പായലെ വിട പൂപ്പലെ വിട. എൻ്റെ വീട്ടിൽ ഈ പായലിനോടും പൂപ്പലിനോടൊക്കെ ഞാൻ വിട പറഞ്ഞ് മടുത്ത്, അത് നിങ്ങൾ എന്നെ വിട്ട് പോണേയില്ല. പിന്നെ വേറെ ഇവര് പറയുന്നത് കറയെ കറയാൻ അനുവദിക്കില്ല. ഇത് കേട്ടതും എൻ്റെ അനിയൻ വീട്ടിലൊരു ആനേനെ വരച്ച് വെച്ചിട്ട് അതിന്റെ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ അവിടെ ഒരു ഒരു നെറ്റിപ്പട്ടം വാങ്ങിക്കൊണ്ട് വെക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ഇതൊക്കെ പോട്ടെ, ഈ അപ്പൊ ഈ പെയിന്റിന്റെ പരസ്യമൊക്കെ കണ്ട് അച്ഛൻ ഞങ്ങളുടെ വീടങ്ങ് പെയിന്റ് അടിച്ച് ഒരു 2-3 മാസം വരേക്കിനും അച്ഛനെ കാണുമ്പോൾ നാട്ടുകാര്, അച്ഛന്റെ പേര് തങ്കൻ എന്നാണേ,
അപ്പൊ അച്ഛനെ കാണുമ്പോ നാട്ടുകാര് തങ്കഞ്ചേട്ടന്റെ വീട് കണ്ടാൽ അമ്പിളി മാമൻ ഉദിച്ച പോലെ എന്നൊക്കെ പാടും. അത് കുറച്ചൊരു 6 മാസമായി 1 വർഷമായി കഴിഞ്ഞപ്പോ തങ്കഞ്ചേട്ടോ അമ്പിളിയമ്മ പോയിട്ട് ഇപ്പൊ കറുത്തവാണോന്ന്. അപ്പൊ ഇങ്ങനെയാണ് പെയിന്റിന്റെ പരസ്യം. പിന്നെ കുറച്ച് പരസ്യങ്ങൾ നമുക്ക് വിവരം തരുമ്പോൾ വേറെ കുറച്ച് പരസ്യങ്ങൾ വിവരക്കേടാണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടത്, ഒരു കൊച്ച് ഇങ്ങനെ PTA മീറ്റിങ്ങിന് പോവാ. അപ്പൊ കൊച്ച് അമ്മേനെ അച്ഛനെ നോക്കിയപ്പോ അമ്മ ആണ്ട് അടിപൊളി ലുക്കായിട്ട് നിക്കണ്, അച്ഛൻ തലയിലൊക്കെ നരച്ച് ഒരു മാതിരി. അപ്പൊ കൊച്ചു അച്ഛനോട് പറയാണ്, അച്ഛൻ ഇങ്ങനെയാണോ എന്റെ കൂടെ വന്നത്? അമ്മ ഓടി അങ്ങ് വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ഒരു ഹെയർ കളർ എടുത്ത് കൊടുത്തിട്ട്, ഞാനും ഇതാ ഉപയോഗിക്കുന്നത്, നിങ്ങളും ഇത് ഉപയോഗിച്ചോളൂ എന്ന്. ഇതൊക്കെ എന്റെ വീട്ടിലായിരിക്കണം. ഒരു ദോശക്കല്ല് എടുത്ത് എൻ്റെ അമ്മ തലക്കെട്ടടിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല. കാര്യം എൻ്റെ അച്ഛൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ലേ. ഇങ്ങനെ ഒരു മുടി പോലും, ഈവൻ ഒരു മുടി എങ്ങാനും വളർന്ന അതിന് നോക്കണം, അതിന് എണ്ണ തേച്ച് കൊടുക്കണം, അത് പോകുമെന്നുള്ള ടെൻഷൻ. എൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അനാവശ്യമായിട്ടുള്ള ടെൻഷനൊന്നും തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. അതുകൊണ്ട് തന്നെ അച്ഛൻ അത് വടിച്ചേ കളയും. പിന്നെ പറയാനുള്ള ഇനി വേറെ കുറച്ച് പരസ്യങ്ങൾ, ഇതിലൊന്നും ബന്ധപ്പെടാത്ത കുറച്ച് പരസ്യങ്ങളാണ്. പല രീതിയിൽ നമ്മൾ പരസ്യം ആകർഷിക്കും. 50% ഓഫ്, ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്നൊക്കെ ആയിരിക്കും നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ പുതിയൊരു സാധനമുണ്ട്, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഇതൊക്കെ നിങ്ങൾക്ക് 1 രൂപക്ക് കിട്ടണോ? എന്നാ കിട്ടും എന്ന് പരസ്യത്തിൽ കാണും. നമ്മൾ അങ്ങ് കയറി ചെല്ലുമ്പോഴോ 1 രൂപക്ക് കിട്ടും, ബാക്കി പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചേച്ചി വന്ന് അടക്കണം കേട്ടോ എന്ന് പറയും. അതവിടെ കഴിഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി ഒക്കെ പറയുമ്പോ 15% പണ്ടത്തെക്കാളും കൂട്ടി എന്നൊക്കെ ആയിരിക്കും പറയാ. 15% കൂട്ടിയത് എനിക്ക് തോന്നുന്നത് അവരതിനകത്ത് എയർ കുത്തി നിറക്കണം എന്നാണ്. കാര്യം ഇപ്പൊ പിള്ളേരുടെയൊക്കെ നമ്മൾ ഒരു സ്നാക്സിന്റെ പാക്കറ്റും അതേസമയം ഒരു ബലൂണും വെച്ചാൽ ഇതിനകത്ത് ഏതാ ബലൂണ് ഏതാ സ്നാക്സിന്റെ പാക്കറ്റ് എന്ന് അറിയാൻ പറ്റില്ല. അമ്മാതിരി എയറാണ് അവർ അതിനകത്തേക്ക് അടിച്ചു കയറ്റിയേക്കണത്. ഇതിൽ നിന്നൊക്കെ വ്യത്യാസം വന്ന കുറച്ച് പരസ്യങ്ങളുണ്ട്. അതായത് പാത്രം കഴുകി നിങ്ങൾക്ക് വ്യക്തിത്വം തെളിയിക്കാൻ പറ്റുമോ? വ്യക്തിത്വം തെളിയിക്കാൻ പറ്റും, പാത്രം കഴുകിയതിന് ശേഷം മാത്രം. പെർഫ്യൂം അടിച്ചിട്ട് കൊടുങ്കാറ്റ് വന്നാൽ പോലും പോകാത്ത പെർഫ്യൂം ഉണ്ട്. പേസ്റ്റിന്റെ പരസ്യത്തിൽ പല്ലില്ലാത്ത അമ്മൂമ്മ അഭിനയിക്കുന്നു. പിന്നെ ഷോർട്ട് ഹെയർ ഉണ്ടായിട്ട് ഹെയർ ഓയിൽ അഭിനയിക്കുന്ന ചേച്ചിമാര്. ഇതൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ. പിന്നെ ചില പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം തൊട്ട് നോക്കുമ്പോഴും അവസാനം നോക്കുമ്പോഴും ഇത് ഏതാ പ്രൊഡക്റ്റ് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു മാങ്ങയുടെ പരസ്യം നമ്മൾ ചെയ്യുക. മാങ്ങയുടെ പരസ്യം ചെയ്യുമ്പോൾ അതിനകത്ത് പ്ലാവ് കൊണ്ടുവച്ച എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ചില പരസ്യങ്ങളുണ്ട്. അപ്പൊ ഒരു രണ്ട് പേര് ഇങ്ങനെ നടന്നു പോവാം. നടന്ന് പോയി അവര് അങ്ങ് ചന്ദ്രനിൽ വരെ ചന്ദ്രനിൽ വരെ ചെന്നിട്ട് അവര് പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ അയ്യോ നമ്മളിവിടെ എത്തിയോ എന്ന് ഞെട്ടിച്ച് നോക്കിയിട്ട് പിന്നെ അവര് പറയുന്നത്, ഞങ്ങളുടെ ഇട്ട കാലിലെ ചെരുപ്പ് കാരണമാണ് ഞങ്ങൾ സ്മൂത്ത് ആയിട്ട് അറിയാണ്ട് അങ്ങ് നടന്നുപോയി ചന്ദ്രനിൽ വരെ എത്തി. ഇപ്പൊ അവരുടെ പുറകെ ISRO നടക്കുന്നുണ്ട്. ആ വഴി ഒന്ന് കാണിച്ചു തരുന്നെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പരസ്യങ്ങൾ പലതരം ഉണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ പാപ്പരാകും. താങ്ക് യു. വന്ദന നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ടോപ്പിക് പരസ്യങ്ങൾ. നമ്മൾ പല പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് വളരെ ഇല്ലോജിക്കലായിട്ടും അൺറിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നും. ശരിയാണ്. രമേശേട്ടാ എങ്ങനെയിരുന്നു? വന്ദന നല്ല രസമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാവുന്ന കിട്ടാവുന്ന ഒരു സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നു. അത്യാവശ്യം അതിനകത്ത് സ്ക്രിപ്റ്റ് വൈസ് നർമ്മങ്ങളുണ്ട്. എനിക്ക് വന്ദനയുടെ അവതരണത്തിൽ ഒരു ചെറിയ മീറ്റർ വ്യത്യാസം ഫീൽ ചെയ്തു. അതായത് പരസ്യങ്ങളും ആധുനിക ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് വന്ദന അവതരിപ്പിക്കുന്ന സെമിനാർ അതിന്റെ ഈണവും താളവും ഉണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മളോട് ഇങ്ങനെ ഒരു സബ്ജക്ട് തന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു സെമിനാർ എടുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നമ്മളത് ചിലപ്പോൾ നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ ഇത് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു നർമ്മമാണ്. അതിനകത്ത് ഇന്ന പോയിന്റിലാണ് നർമ്മം. അവിടത്തേക്ക് അതിൻ്റെ ഒരു ട്യൂണിങ്ങും കൊണ്ടെത്തിക്കലും എന്ന് പറയുന്നത്, ഇപ്പോൾ സോപ്പിൽ വെളിച്ചെണ്ണ മുതൽ വിളക്കെണ്ണ വരെയുള്ള എല്ലാ എണ്ണകളും ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഈ പോക്കാണെങ്കിൽ അടുത്ത ദീപാവലിക്ക് സോപ്പിലൊരു തിരിയിട്ട് കത്തിച്ച് വയ്ക്കാന്ന് പറയുന്ന രീതിയിൽ അതിനെ ഒരു നർമ്മമാക്കാതെ ചിലപ്പോൾ തിരുവരുണ്ടാവും. അടുത്ത ആഴ്ച പിന്നെ അവൻ സോപ്പ് വിളക്കിന് പകരം കത്തിക്കാതെ ഇങ്ങനെ പോവുക. അങ്ങനെ കുറേ നർമ്മങ്ങളുണ്ടായിരുന്നു. ഇതിൽ അത്യാവശ്യം സ്ക്രിപ്റ്റ് വൈസ് തന്നെ എഴുതിയതാണോ താൻ? ഇവിടെ നല്ല സ്ക്രിപ്റ്റ് ആണോ? നല്ല രസമുണ്ട് കേട്ടോ. തന്റെ നല്ല സ്ക്രിപ്റ്റ് ആണ് താൻ എഴുതിയത്. താൻ തന്നെ എഴുതിയ ശേഷം നമ്മൾ എഴുതിയല്ലോ. അപ്പൊ എഴുതുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. ഈ തമാശ പലതവണ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളൊക്കെ ചില സ്കിറ്റ്, ചില അവാർഡ് നൈറ്റിനോ മറ്റേതിനൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുമ്പോൾ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും, എഴുതും, റെക്കോർഡ് ചെയ്യും, റിഹേഴ്സൽ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഇത് 15-16 പ്രാവശ്യം കേട്ടിട്ട് നമുക്ക് ഇതിനകത്തൊരു തമാശ ഇല്ലേ
എന്ന് തോന്നിപ്പോവും. കാരണം നമ്മളിത് അവതരിപ്പിക്കുന്നത് എത്രയോ, നമ്മൾ ഈ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് ആലോചിച്ചൊരു തമാശയാണ് അന്നേ ദിവസം അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തമാശ ഇല്ലേന്ന് തോന്നും. എന്ന് പറഞ്ഞതുപോലെ താനിത് ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടും ഒക്കെ ഇതൊന്നും ചെറുതായിട്ട് മെക്കാനിക്കലായി പോയി. തിരിച്ചതിനെ താൻ തമാശയാക്കി അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു ഇച്ചിരി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി ഗംഭീരമായി കേട്ടോ. അതിഥി നമ്മൾ വന്ദനയെ കണ്ടുപിടിച്ചത് ആക്ച്വലി ഫൺസ് ടൈമിലേക്ക് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പസുകളിൽ ചെന്നിട്ട് അവിടെ ഓഡിഷൻ ചെയ്ത് കുട്ടികളെയൊക്കെ ഇതിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വന്ന ഒരാളാണ് ക്യാമ്പസിലൊക്കെ അവതരിപ്പിക്കാൻ വന്ദന സൂപ്പറാണ് കേട്ടോ. അതൊക്കെ ഓക്കെ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ 3 വർഷമായിട്ട് നിൽക്കുന്ന പരിപാടിയും ഇത്ര ആൾക്കാരുള്ളത് കൊണ്ടും പിന്നെ പലതും ഒരു ജഡ്ജ് എന്നുള്ള നിലയിലല്ല. അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കുറച്ചുകൂടി ഉപകാരപ്പെടും പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഞാനും ചോദിക്കാൻ വരായിരുന്നു, ഫസ്റ്റ് ടൈം ആണോ കോളേജിൽ ആ ഒരു ഓഡിഷൻ അല്ലാതെ പുറത്ത് ചെയ്യുന്നത്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഇതിപ്പോ സെക്കൻഡ് പെർഫോമൻസ് ആണ്. എനിക്കല്ല, ചെറിയൊരു ടെൻഷൻ തോന്നിയായിരുന്നു കണ്ടപ്പോൾ. അതായിരിക്കും ആ നർമ്മം പോയി എന്ന് ചേട്ടനും പറയാൻ കാരണം. അപ്പൊ ആ ടെൻഷൻ ഇല്ലാതെ പറയുമ്പോഴാണ് നർമ്മത്തിന് എപ്പോഴും ഒരു, അല്ലാതെ നമുക്ക് സെമിനാറൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ നർമ്മം ഒട്ടും കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായിട്ട് എനിക്കും തോന്നിയേ. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം അതിനനുസരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതിയോ? ഏത് കോളേജിലാണ്? SNGC കോളേജ്, കോലഞ്ചേരി. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അല്ലേ? അതായത് സ്റ്റാൻഡപ്പിൽ പറഞ്ഞൊരു കണ്ടന്റ് ആണ്. എനിക്ക് ആക്ച്വലി പിടി കിട്ടിയില്ല. ചോദിക്കട്ടെ, ഈ മാങ്ങയുടെ പരസ്യത്തില് ചക്കയെ കാണിക്കും അങ്ങനത്തെ പരസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഉദാഹരണം പറഞ്ഞ മാങ്ങയുടെ പരസ്യത്തിൽ ഇപ്പൊ പ്ലാവ് കാണിച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? അതുപോലെ പരസ്യങ്ങൾ ഉണ്ട് എന്ന്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അതുപോലെ പരസ്യങ്ങള് അനവസരത്തിൽ കാണിക്കുന്ന പരസ്യങ്ങളുണ്ട്. നമ്മൾ ആവശ്യപ്പെടാത്ത സമയത്ത് ചില പരസ്യങ്ങൾ വരും. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് സാധാരണ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് പണ്ട് ഈ പോറ്റി ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ റേഡിയോ ഉണ്ടാവും. റേഡിയോയിൽ പരസ്യമല്ല, ഈ ആരോഗ്യരംഗം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. 12 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറൊക്കെ വിളമ്പണ സമയത്ത് അറിയാം ആരോഗ്യരംഗം ഇപ്പോൾ വയറിളക്കവും അതിന്റെ കാരണങ്ങളൊന്നും വരുന്നത്. അപ്പൊ നമ്മൾ പറയും, മുരളിയേട്ട ആ ചാനലൊന്ന് മാറ്റി വയ്ക്കുക, സ്റ്റേഷൻ ഒന്ന് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് സ്റ്റേഷൻ മാറ്റി വയ്ക്കുമ്പോൾ അപ്പുറത്ത് നാടവിര അതുപോലത്തെ ടോപ്പിക് ആയിരിക്കും. അതുപോലെയാണ് വരുന്നത് പരസ്യങ്ങൾ. അങ്ങനെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഈ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് വിതരണക്കാർ പറഞ്ഞു, ഈ രണ്ടാമത്തെ ഷോയ്ക്ക് കുറച്ച് ആളെ കയറ്റണം. നിങ്ങൾക്ക് തിയേറ്ററിൽ ആളെ കയറ്റലും ഉണ്ടല്ലേ? അല്ല, ഈ ഷോ ഒന്ന് വിജയിക്കാൻ വേണ്ടിട്ട്, കൈയടിക്കാനും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ 300 ടിക്കറ്റ് എൻ്റെ ഈ തന്നിട്ട് പറഞ്ഞു 300 കുറച്ച് ആൾക്കാരെ കയറ്റണം എന്ന് പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു. എൻ്റെ ജോലിയാണല്ലോ. ഞാൻ അങ്ങനെ പലയിടത്തും പോയി ടിക്കറ്റ് കൊടുത്തു. അവരുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തണം, സിനിമ കാണണമെന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വണ്ടി വരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഞാൻ. എന്നിട്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നേ. സിനിമയ്ക്ക് രണ്ടാമത്തെ ഷോയ്ക്ക് ഇടിച്ചു കുത്തി ആൾക്കാർ വന്നിട്ട് അവിടെ തിയേറ്ററിൽ ജനസമുദ്രം. പക്ഷെ എന്താ 300 ടിക്കറ്റ് എൻ്റെ കയ്യിലല്ലേ തന്നിരിക്കുന്നേ. ഒറ്റ ആൾക്കാർ വന്നില്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി. അവസാനം പുറത്ത് ജനം പുരുഷാരം, അകത്ത് കാലിക്ക് സിനിമയോടി. ഒരു അടിപൊളി പെർഫോമൻസുമായിട്ട് എത്തുന്നു നമ്മുടെ കലിപ്പൻ മുകേഷ് ഒയവാർ. അതിഥി ദേവോ ഭവ. വേലിയേറ്റമാണോ വേലിച്ചാട്ടമാണോ വിലക്കയറ്റമാണോ നമ്മളെ ഈ നാട്ടിൽ ഇടക്കിടക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന് ഒരാവശ്യമില്ലാണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിളിന് പ്രഷർ കയറിയിട്ട് തലക്ക് ഭ്രാന്തായിട്ട് അതിൻ്റെ സർവർ വരെ അടിച്ചു പോകും. ഒരുമാതിരി പവർ ബാങ്കിന് തീ പിടിച്ച പോലെ. എന്നാൽ നാടനാണോ വിദേശിയാണോ അടിച്ചു കഴിഞ്ഞാൽ തലക്ക് ഏറ്റവും അധികം കിക്കുണ്ടാവലെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് തലേരെ ബോധമണ്ഡലം കട്ടായിപ്പോയ മണ്ട പോയ ഒരു മരവാഴനെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പേര് അനിമൽ കുമാരൻ. ഈ അനിമൽ കുമാരൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ലോകപ്രശസ്ത ജന്തുശാസ്ത്രജ്ഞനോ മറ്റോന്ന്. അല്ല, ആളൊരു ജന്തുവാണ്, പക്ഷെ ശാസ്ത്രജ്ഞനൊന്നുമല്ല. ഇയാൾ ഞാൻ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഹീസ് മൈ ബോസ്. നോ, ഈ ചെറ്റ എൻ്റെ ഒരു മാമനാണ്. ഈ മാമന്റെ ഏറ്റവും വലിയൊരു ഹോബി അതെന്ന് പറയാം, പാടത്ത് കൂടി പോകുന്ന കൊക്കിന
അമ്പെയ്ത് വീഴ്ത്തല് അല്ല അമ്പെയ്താലും മാമൻ വീഴും കൊക്കിന്റെ പാട്ടിന് മാറിയിട്ട് പോകും. എന്നിട്ട് സ്വന്തം വീട്ടിലെ പൂച്ചക്കുട്ടിന്റെ വാല് പിടിച്ചിട്ട് സീലിംഗ് ഫാൻ കറക്കുന്ന പോലെ കറക്കിട്ട് മണിക്കൂറിൽ 1500 കിലോമീറ്റർ സ്പീഡിൽ അയൽവാസിയുടെ പറമ്പിലെ കിണറിലേക്ക് എറിഞ്ഞിട്ട് അവരെ കുടിവെള്ളം മുട്ടിക്കല്. എന്നിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മാലപ്പടക്കം പൊട്ടുന്ന പോലത്തെ അടി ചപ്പക്കുറ്റിക്ക് വാങ്ങിക്കല്. അടിയും വാങ്ങിയിട്ട് വായും പൊളിച്ച് കരയുന്ന മാമന്റെ വായി കാണണം ഒരുമാതിരി ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്ന പോലെ ഉണ്ട്. ഈ മാമൻ ഇടയ്ക്കിടയ്ക്ക് ഘന അടികൾ വാങ്ങുന്നോണ്ടായിരിക്കും നമ്മുടെ നാട്ടിലിപ്പോ ചിക്കൻ സ്റ്റാൾ തുടങ്ങുന്ന പോലെയാണ് ദന്ത ഡോക്ടർമാർ ദന്ത ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. ഇനി നിങ്ങളോട് എല്ലാവരും കൂടിയിട്ട് ഞാൻ ഒരു സത്യം പറയാം. എന്റെ മാമൻ വെള്ളടിക്കലില്ല. നേരെ മറിച്ചിട്ട് സുനാമി തിരമാല കരേന വിഴുങ്ങുന്ന പോലെ മദ്യം മാമനെയാണ് വിഴുങ്ങല്. മാമൻ നമ്മളടുത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ല ഒരുമാതിരി സാനിറ്റൈസറിൽ വീണ കുറുക്കന്റെ സ്മെല്ലാണ്. ഓ എന്റെ അമ്മച്ചി അത് അനുഭവിച്ച് എല്ലാം അറിയണം. മാമൻ അടിച്ചു ഫീറ്റായിട്ട് കോൺ തെറ്റിയിട്ട് വള്ളി ട്രൗസർ ഇട്ടിട്ട് പഞ്ചായത്ത് റോഡിലേക്ക് കൂടിയിട്ട് പാട്ടും പാടിയിട്ടാണ് വീട്ടിലേക്ക് വരല്. കലങ്കല് യുഗമേ കണ്ണങ്ങട്ടമ്പലമേ തേങ്ങാമൂത്തു കരിക്കാവും കലങ്കല് കാലം കലങ്കല് യുഗമേ കാഞ്ഞങ്ങട്ടമ്പലമേ തേങ്ങാമൂത്തു കരിക്കാവും കലങ്കല് കാലം. ഇങ്ങനെ പാട്ടും പാടി വരുന്ന മാമന്റെ കയ്യിൽ ആകെ ഇല്ല പിടിവള്ളി എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന വള്ളി ട്രോസറിന്റെ വള്ളി മാത്രമാണ്. ആ വള്ളി ട്രോസറിന്റെ മൂടാതങ്ങൾ കീറിയിട്ട് ഒരുമാതിരി കൊങ്കൺ റെയിൽവേയുടെ എൻട്രൻസിന്റെ ടൈറ്റ് ഷോട്ട് എടുത്ത മാതിരി ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ല ആണെന്തെങ്കിലും എന്റെ മാമൻ ആർക്കും ഒരു ഉപദ്രവകാരിയല്ല. ഇപ്പോ വിഷുവിന് തന്നെ നമ്മ പടക്കം പൊട്ടിക്കുമ്പോ മാമൻ ഉണ്ടാവും ആടെ ഇങ്ങനെ കിടന്നുറക്കുന്നത് സ്വന്തം വീട്ടിൽ. എന്നിട്ട് രാത്രി ഒരു 1:30-2 മണിയാകുമ്പോൾ എണീച്ചിട്ട് സ്വന്തം വീട്ടുകാരെ പോലും ഉപദ്രവിക്കാതെ അയൽവാസിയായ നാണോട്ടന്റെ വീട്ടിന്റെ നടുമുറ്റത്ത് കൊണ്ടുപോയിട്ട് ഗർഭം കലക്കി പൊട്ടിക്കും. എന്നിട്ടൊരു നാടിനെ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കും. എന്റെ അമ്മായിയുടെ പേരാണ് വൈറസ് കുമാരി. പക്ഷെ നാട്ടുകാർ വിളിക്കല് മിസിസ് അനിമൽ. നമ്മളെല്ലാം നാവിന് രസമുകുളങ്ങളല്ലേ ഇല്ലത്. പക്ഷെ അമ്മായിന്റെ നാവിനില്ലത് കൊനസ്റ്റിന്റെ മുകുളങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ നാട്ടില് അമ്മായിയോട് ഒരാൾ പോലും എതിരഭിപ്രായം പറയില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞാല് ആ പറഞ്ഞവൻ അടുത്ത കർക്കിടക വാവിന് ബെരിക്കാക്കായിട്ട് വന്ന് വരേണ്ടി വരും ബെലിച്ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് അമ്മായി പറഞ്ഞു ഡോക്ടറെ എൻ്റെ പല്ലിന് കമ്പി ഇടണമെന്ന്. അന്നേരം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു കുമാരിയേച്ചി ഇതിനൊന്നും കമ്പിയൊന്നും ഇടാൻ കഴിയാ, കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അന്നേരം ഡോക്ടർ നോക്കിയിട്ട് അമ്മായി മെഡിക്കൽ സയൻസ് പോലും നാണിച്ചു പോകുന്ന രീതിയിൽ 4 പൊളിച്ചത്തെറി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുമാരിയേച്ചി സത്യത്തിൽ നിങ്ങളെ പല്ലിനല്ല കമ്പിയേണ്ടത്, ഈർച്ചവാളിന്റെ മൂർച്ച നോക്കുന്ന നിങ്ങളെ നാവിനാണ് കമ്പിയേണ്ടത് എന്ന് പറഞ്ഞതും ഗ്യാസ് സിലിണ്ടറിന് ഇടി വീണ പോലത്തെ ഒരു സൗണ്ട് ആയിരുന്നു കേട്ടിന്. സംഭവം എന്തെന്നാണെന്ന് അറിയില്ല. ഡോക്ടർ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിലാണ് ഇല്ലത്. എന്നിട്ട് അമ്മായി ഡോക്ടറോടെ ദേഷ്യത്തിന് വീട്ടിലേക്ക് വന്നിട്ട് തുരുമ്പ് പിടിച്ച ഏതോ ഒരു ചുറ്റിക്കുണ്ടായി അതിനോട് കംപ്ലീറ്റ് പല്ലും അടിച്ച് കൊഴിച്ചിട്ട് കൊറോണ സമയത്ത് ജനലിന്റെ മേലെ വെച്ചിട്ട് മരിക്കുന്ന സമയത്ത് വല്യമ്മ എടുക്കാൻ മറന്നുപോയ പഴയ ഏതോ ഒരു മഞ്ഞ സെറ്റ് വല്ലുണ്ടായി ബാക്കി അതെടുത്തിട്ട് വായിക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ അമ്മായിരെ വൈറൽ യാത്രകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ മാമൻ ചില സമയത്ത് അടിച്ച് തലേരെ മദർ ബോർഡ് കട്ടായി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിന്റെ ഡോറിനെ തട്ടി ചോദിക്കും, ഹലോ ഇത് എനിമൽ കുമാരന്റെ വീടല്ലേ എന്ന്. അന്നേരം അമ്മ ചോദിക്കും, അല്ല എന്റെ നിങ്ങൾക്ക് ഇന്നൊരു സംശയം, അല്ല പണ്ടെനക്ക് വീട് മാറിയിട്ട് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണല്ലോ ഇന്ന് നീ പൂതനേരെ ഫിഗറിങ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും അമ്മായി 11,000 കിലോവാട്ട് വെയിറ്റിന്റെ ഒരാട്ട്. ആ ആട്ടിന്റെ ശക്തിക്ക് വെപ്പ് പല്ല് AK-47 ബുള്ളറ്റ് വരുന്ന പോലെ വന്നിട്ട് മാമനെയും കൊണ്ട് നേരെ മുറ്റത്ത് കെട്ടിയിട്ട് കൈസറിന്റെ മുമ്പിലേക്ക്. ശേഷം അന്ന് രാത്രി മാമൻ കൈസറിനൊപ്പം ശുഭരാത്രി സുഖനിദ്ര. ഈ മാമൻ ചില സമയത്തുണ്ടല്ലോ ടൗണിൽ നടക്കാൻ ഇറങ്ങലുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. അന്നേരം ഒരു ദിവസം ഹാൻഡ്സ് ഇങ്ങനെ എടുത്ത് കളയിലും അതാ വന്ന് നിൽക്കുന്ന പോലീസ് ചീഫ്. കുമാര എന്തെന്നാ നീ ചുണ്ടിൻ്റെ ഇടന്ന് എടുത്തു കളഞ്ഞത്? സാറേ അത് ഇന്നലെ കഴിച്ച ചീരത്തോരനാന്ന്. ചീരത്തോരന? ആ സാറ് കേട്ടിട്ടില്ല ഇപ്പോഴത്തെ യൂട്യൂബർ പറയുന്നത്
48 ദിവസം ചീരത്തോരം കഴിച്ചു കഴിഞ്ഞാൽ ഈ പകല് നമുക്ക് ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തിൽ നക്ഷത്രത്തിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞതും എസ് ഐ മാമന്റെ മുഖത്തേക്ക് ബോംബ്ലാസ്റ്റിംഗ് നടത്തി. മലര് പാക്കറ്റ് പൊട്ടിച്ച് പതറിയ പോലെ മാമന്റെ പല്ലി റോട്ടിൽ പറഞ്ഞു, കുമാര ഇങ്ങോട്ടോക്ക്, പകല് കാണാൻ പറ്റുന്ന ആകെയില്ല 2 നക്ഷത്രം, അതാണ് എന്റെ ഷോൾഡറിലുള്ളത്, വണ്ടിയിൽ കയറിക്കോ. അങ്ങനെ മാമനെയും കൊണ്ട് പോലീസ് പോയി. പോലീസ് വിട്ടതിന് ശേഷമുള്ളതാ ഇപ്പോ മാമന് ചീരാന്നല്ല ചിരിതാന്ന് പറഞ്ഞാ വരെ പേടിയാണ്. ഇപ്പൊ ലൈവിൽ എന്റെ മാമന്റെ അവസ്ഥ എന്നറിയാം. സ്വസ്ഥം, ഗൃഹഭരണം മാത്രമല്ല, മൂപ്പര് ഇപ്പോ പുതിയൊരു പുസ്തക രചനയിലാണ് അതിൻ്റെത്, കൊക്കിനെ സ്നേഹിച്ച മാലാക. താങ്ക് യു. മുകേഷ് ഒയമാർ ചേട്ടാ, കലക്കി ചേട്ടാ, കലക്കി. പിന്നെ എനിക്കത് എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല ശരിക്കും. ചേട്ടനതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആദ്യം ഞാനൊരു കാര്യം പറയാം. എനിക്ക് 2 അമ്മാവന്മാരാണ് ഒറിജിനൽ ആയിട്ട് ഉള്ളത്. ഒന്ന് ചന്ദ്രൻ മുല്ലച്ചേരിയും ഒന്ന് ബാലകൃഷ്ണനും. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് മാമനാ. ശരി, ഇത് ഓക്കെ, എന്തായാലും ഗംഭീരമായി, അടിപൊളിയായി. അതല്ല, ഇത് ഈ ഡയാന ചോദിച്ചതിന് ഉത്തരം പറയും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ്? അല്ലത്, അതായത് 1000 കിലോവാട്ടുള്ള ആട്ട് ഗ്യാസ് ഊറ്റി ഇടിവെട്ടേറ്റതുപോലത്തെ ഒരു ശബ്ദം. എനിക്ക് ഈ ലോകത്ത് ജെയിംസ് കാമറൂൺ പോലും കാണാൻ പറ്റാത്ത ഒരു വിഷൻ. സാനിറ്റൈസറിൽ വീണ കുറുക്കൻ. അവതാറൊക്കെ പുള്ളി എങ്ങനെയോ കണ്ടു, മനസ്സിൽ കണ്ടു, പുള്ളി പടമാക്കി. പക്ഷെ ഈ സാനിറ്റൈസറിൽ വീണ കുറുക്കനെന്നും ഈ ലോകത്ത് ഇന്നോളം ആരുടെയും മനസ്സിൽ വന്നിട്ടില്ലാത്തൊരു വിഷ്വലാണ്, ഒരു വിഷനാണത്. അങ്ങനത്തെ കുറെ മലര് പാക്കറ്റ് പൊട്ടിച്ചതുപോലത്തെ പല്ല് റോട്ടി കിടക്കുന്നു. ഉദാഹരണങ്ങളങ്ങ് പറയാണ്. കൊങ്കൺ റെയിൽവേ സൂം ചെയ്തതുപോലെ ഈ OMR ഇവിടെ മത്സരിക്കാൻ ആദ്യത്തെ സീസണിൽ വന്നപ്പം OMR ഇവിടുന്ന് ബാക്കിയിട്ട് 2 വർഷം മുമ്പുള്ള യൗവനം കൂടെ ഉണ്ട്. OMRന് ഇത്രയും മീശ അന്നില്ല. അന്നെല്ലാം ഒരു 20 കൊല്ലം മുമ്പുള്ള സാജു കുടിയനായി പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ മീശ വെച്ചാൽ ചിലപ്പോ അതുപോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തപ്പോ മീശ ഇല്ലായിരുന്നു. അപ്പോ ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക് പറഞ്ഞു സാജു കൊടി സാറിനെ പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നത്തെ എപ്പിസോഡ് മുതൽ കൊമ്പം മീശ വെച്ചു. ആ കൊമ്പം മീശ ഫണ്ട്സ് അപ്പോൺ ടൈമിൽ വന്ന ശേഷം ഇതുവരെ എടുത്തില്ല. കാരണം ഈ OMRനെ സംബന്ധിച്ചിടത്തോളം OMR ഒരു നർമ്മമാർഗം പറയാമെങ്കിലും OMR ഒരു നർമ്മം പറയുന്ന ആളാണെന്നോ അങ്ങനെ ചിരിപ്പിക്കാൻ ശേഷിയുള്ള ആളാണെന്നോ ഒന്നും തോന്നാത്ത ഒരു ഭാവമായിട്ട് വെറുതെ നിൽക്കുമ്പോൾ വലിയ ഗൗരവം. പുറത്തൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് പോയിട്ടുണ്ട്, പേടിച്ച് പോയിട്ടുണ്ട്. ഇയാളൊക്കെ പിടിച്ചിടിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇരുന്നിട്ട് എന്താ വൈറസ് അമ്മാവൻ, വൈറസ് കുമാരി, അനിമൽ കുമാരൻ, ഇങ്ങനെയുള്ള ഇത് ഒരു ഗൗരവമുള്ള വിറ്റ് നാളെ ഇതുവരെ ഈ OMR പറഞ്ഞിട്ടില്ല. OMRന്റെ കഥകളിൽ മുഴുവൻ ഈ സാനിറ്റൈസർ വീണ കുറുക്കനും 1000 കിലോവാട്ടിന്റെ ആട്ടും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ തന്നെ. OMR പതിവ് പോലെ ഗംഭീരമായിരുന്നു. OMR വെറുതെ വർത്താനം പറഞ്ഞാൽ തന്നെ ഞങ്ങളൊരു 30% ചിരിക്കും. അതിലെന്തെങ്കിലും വിറ്റുണ്ടെങ്കിൽ ബാക്കി അതിൽ കിട്ടണൊക്കെ ലാഭമാണ്. അത്ര ഗംഭീരമായി, നന്നായി കേട്ടോ. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പുറത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പൊ എനിക്കും പെട്ടെന്ന് കണ്ടപ്പോ പേടി, വലിയ മീശൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിരുന്നു. അപ്പൊ ഞാൻ ഇത് ആരും എനിക്ക് മനസ്സിലായില്ല, ശരിക്കും പേടിച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ വേറൊരാളായി. മൈക്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര കോമഡി. നമ്മള് പറയില്ല, ചില സ്കിറ്റൊക്കെ ചേട്ടന് ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും സ്യൂട്ട് ആവും. കാരണം ചില സ്കിറ്റിൽ ചില ആളുകളെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ആ ഒരു അപ്പിയറൻസിൽ തന്നെ, അല്ലെങ്കിൽ അവർ പറയുന്ന ഡയലോഗ്സിലൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും. അപ്പൊ അതും കൂടി എനിക്ക് തോന്നുന്നു ചേട്ടന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. സ്റ്റാൻഡപ്പ് കോമഡി മാത്രമല്ല, ബാക്കിയെല്ലാം ഇതുപോലെ സ്കിറ്റും സിനിമയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ശരിക്കും നന്നായിരുന്നു. OMR ഇവിടെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വിട്ടാൽ നേരെ ആ KGFിലെ പ്രഭാസിന്റെ മറ്റേ ഇവരുടെ ബഗീരുടെ സംഘം ഉണ്ടല്ലോ, സഞ്ജീതത്തിന്റെ ഒക്കെ സംഘം, അതിലൊക്കെ പോയി നിൽക്കുന്ന ആളാ. അവിടുന്ന് ലീവ് കിട്ടി അപ്പൊ ഇവിടെ വന്നിട്ട് ഇതില് വീണ സാനിറ്റൈസർ വീണ കുറുക്കം പറയുകയും ചെയ്യും. 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളാ. അടിപൊളി. അപ്പൊ എന്തായാലും അതും ട്രൈ ചെയ്യണം എല്ലാം. എന്താ പറയാനുള്ള എന്തെങ്കിലും OMR കാരണം എനിക്ക് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട് പണ്ട്. കാരണം ഈ ഇവിടെ ഞാൻ ആർട്ടിസ്റ്റുകളെ കൊണ്ടു കൊടുക്കാറുണ്ടല്ലോ, ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുദീപ് വൈകുന്നേരം പൈസ തരുന്ന പരിപാടിയുണ്ട്. പൈസ തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ടോൾമെൻ അസോസിയേഷൻ്റെ ആൾക്ക് പൈസ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ തന്നു. തെറ്റിദ്ധരിച്ചതാ പുള്ളീനെ കണ്ടിട്ട്. എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അടുത്തെങ്ങും ആരും നിൽക്കരുത്. കാരണം കൈ ഇങ്ങനെ വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മീറ്റർ അകലത്തേക്കാണ് പോണത്.
നല്ല നല്ല അവതരണമാണ്, ഇടിച്ച് കിട്ടുന്ന അവതരണമാണ്. ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന കാര്യം നല്ല അടിച്ചിരുത്തിയാണ് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം അമ്മാവൻ ഇടയ്ക്ക് രാത്രി കള്ളു കുടിച്ചിട്ട് നടന്നു വരുമ്പോ ഒരു പാട്ട് പാടില്ലായിരുന്നു. അതൊരു 2 വരി പാടിയിട്ട് ഓയമാർ പോക്കോ, ബാക്കി ഞങ്ങൾ നോക്കാം. അത് യഥാർത്ഥത്തിൽ അത് പാട്ടല്ല, ഞാൻ പാട്ട് ഈ പെർഫോമൻസിന് മറ്റേ ആപ്റ്റാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് ആക്കിയതാണ്. അത് ശ്ലോകാണ്. കാലം കലിയുഗമേ കാഞ്ഞങ്ങാട്ടമ്പലമേ തേങ്ങമൂത്ത് കരിക്കാവുന്ന കലികാലമാണ് ഇത് എന്നില്ലേ. അപ്പൊ ഈ പാട്ട് ഇതിന് എന്തായാലും ജോയിന്റ് ആവുമല്ലോ. ഇല്ല, അപ്പൊ ജോയിന്റ് ആവുന്ന ഒരു പാട്ട് എടുക്കുന്നതിന് പകരം കയ്യിലുള്ള പാട്ടിനെ ജോയിന്റ് ആക്കി അത് ഒരൊറ്റ തവണ കൂടെ കാണിക്കും ഓയമാർ പ്ലീസ്. കാലം കലിയുഗമേ കാഞ്ഞങ്ങാട്ടമ്പലമേ തേങ്ങമൂത്ത് കരിക്കാവും കാലം കലികാലം കാലം കലിയുഗമേ കാഞ്ഞങ്ങാട്ടമ്പലമേ തേങ്ങമൂത്ത് കരിക്കാവും കാലം കലികാലം. ഇതുപോലെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ ഇതുപോലെ വെള്ളം അടിച്ചിട്ട് രാത്രി അകലേന്ന് മുതൽ പുള്ളിയുടെ ഡയലോഗ് കേൾക്കാം. തോന്നക്കലെ പാപ്പി എന്ന് പറഞ്ഞാൽ തോന്നക്കലെ പാപ്പി അഭിമാനമുള്ള അഭിമാനികളാ, തറവാടികളാ. തോന്നക്കലെ പാപ്പിയാ പോകുന്നത്, തറവാടിയാ വരുന്നത്, മാറിക്കോ. തോന്നക്കലെ പാപ്പിയാ വരുന്നത്. ഈ സൗണ്ട് കേൾക്കാം അങ്ങനെ. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് അകലേന്ന് വന്ന് ഈ ആള് പോവും. ആള് ഗേറ്റിന്റെ മുമ്പിലെത്തുമ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ ജെട്ടിപ്പുറത്താ പോണേ, മുണ്ടിങ്ങനെ വലിച്ചോണ്ടാ വരുന്നത്. അഭിമാനി തറവാടിയാ പോകുന്നത്. ചേട്ടാ, അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ്, ആക്ഷൻ, കോമഡി എല്ലാവരും നന്നായിട്ട് ചിരിച്ചു കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വെരി വെൽ ഡൺ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ഇവിടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിരുന്നത് വളരെ യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. ആൻഡ് ദേ ഹാവ് കം ഫ്രം ജൂബി റിച്ച് കൺസൾട്ടൻസി, അതായത് ജൂബി റിച്ച് സ്റ്റഡി അബ്രോഡ് എന്ന് പറയും. ഞങ്ങളുടെ ഓഫീസ് കൊച്ചി കലൂരിലാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്. നമ്മൾ എല്ലാ കൺട്രീസിലേക്കും സർവീസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന് സ്റ്റഡി എബ്രോഡിലേക്ക്, ലൈക്ക് USA, UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. ആൻഡ് വി ഹാവ് 20+ ബ്രാഞ്ചസ് ഇൻ ആൻഡ് ഔട്ട് കേരളയിൽ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഇയർ നമ്മൾ 25th ഇയർ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. ഒരു വലിയ താങ്ക്സ്. കാരണം ഇവിടെ എത്തുന്ന ഓരോ ഓഡിയൻസിന്റെയും സപ്പോർട്ട് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ മൊത്തത്തിൽ നമ്മുടെ ഷോയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഓൾ സോ മച്ച് കേട്ടോ. താങ്ക് യു. നമ്മുടെ കാന്താരി വന്ദനയ്ക്കും കലിപ്പൻ മുകേഷ് OMRനും എത്ര മാർക്സ് വീതമാണ് ലഭിക്കുന്നത് എന്നറിയാം. രമേശ് ഏട്ടാ. മുകേഷ് 50-ൽ 47. 47. Again 47. That makes 94 out of 100. അടിപൊളി, സൂപ്പർ. ഇനി വന്ദനയ്ക്കുള്ള മാർക്സ്. വന്ദനയ്ക്ക് 45. 45. രമേശ് ഏട്ടാ. 44. 44. That makes 89 out of 100. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ മുകേഷ് OMR. അടിപൊളി. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. പോവുകയാണ്. But we will be definitely back. Until then, bye-bye.